ഇതൊരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടിയാണ്. ഓക്കെ, ഇന്നത്തെ കാലത്ത് മാർക്കറ്റിൽ വന്നിരിക്കുന്ന അപ്ഡേഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെ ടെക്നോളജിയാണ് ഇന്ന് മാർക്കറ്റിൽ റൺ ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാമിൽ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ 100% നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാം കൂടി ആയിരിക്കും ഈ ഒരു പ്രൊജക്ട്, ഇന്നത്തെ ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത് അല്ലെ, നമ്മളെല്ലാവരും ഒരു വെൽത്ത് ആഗ്രഹിച്ചിട്ടാണ് ഏത് മേഖലയും, ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, നമ്മുടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ, നമ്മുടെ വെൽത്ത് തന്നെയാണ്. വെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ മേഖലകളിൽ നമ്മളുടെ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടി 1ാം ക്ലാസ് മുതൽ പഠിച്ചിട്ട് അവൻ +2 കഴിഞ്ഞ് അവിടുന്ന് ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവിടുന്ന് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയിലേക്ക് കയറുക എന്ന് പറയുന്നത് അവന്റെ ഡ്രീമിലേക്ക് ഒരു കാല് വെക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ അവന്റെ ലൈഫ് സെക്യൂർഡ് ആക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ അവനൊരു വെൽത്ത് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു വെൽത്തി ലൈഫ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു എഫേർട്ട് എല്ലാം എടുക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്, മാറി 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 വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിൽ ഇറങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റാം. ഇപ്പൊ ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചാണ്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ചു. ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം പിന്നെ മാർക്കറ്റിൽ ഞാൻ ജോലിക്ക് കയറിയപ്പോൾ ഞാൻ കണ്ടത് ഒരുപാട് ടെക്നോളജി എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. നമ്മൾ ട്രാൻസ്മിഷൻ മെക്കാനിസം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, ഇപ്പൊ ടെസ്ല പോലുള്ള കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നു, പുതിയ ഓരോ മാസത്തിലാണ് അവരുടെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്നും പഠിച്ച് നമ്മൾ ഏകദേശം ഒന്ന് പഠിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് ആക്ച്വലി മാർക്കറ്റിൽ നമ്മൾ കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ട് പറയാം, ഒരു 3 കാലഘട്ടം ഇവിടെയും കഴിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, വെബ് 1, വെബ് 2, വെബ് 3 എന്നുള്ളൊരു 3 കാലഘട്ടം നിങ്ങൾക്ക് അറിയുന്നതാണ്. എങ്കിൽ കൂടി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർമ്മപ്പെടുത്താം. ഇപ്പോ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളിൽ വെബ് 1 നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റീഡ് ഓൺലി എന്ന് പറയുന്ന ഒരു കാലഘട്ടം മാത്രം, റീഡ് ഓൺലി. ഓക്കെ, പിന്നെ അത് വെബ് 2ലേക്ക് വന്നപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള, സർവർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായി പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വെബ് 3. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു 3 കാലഘട്ടമാണ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളത്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീഡ് ഓൺലി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യം ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജിമെയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ജിമെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഫുൾഫിൽ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു റിപ്ലൈ മെയിൽ നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ ഫില്ലായി എന്ന് പറയാൻ പറ്റും, ഫുൾഫിൽ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതാണ് വെബ് 1 നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നേരെ വെബ് 2ലേക്ക് വന്നപ്പോൾ അപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയി, സെർവർ റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രാൻസാക്ഷൻ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെർവർ ഓറിയന്റഡ് ആയിട്ടായിരുന്നു. ലൈക്ക് ഇപ്പോൾ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ യൂസ് ചെയ്തത് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് അല്ലെ. ഇപ്പോൾ വെബ് 2 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സിംഗിൾ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് മെസ്സേജ് പോയി, ഡബിൾ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അവിടെ എത്തി, ബ്ലൂ ടിക്ക് ആണെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് അവർ കണ്ടു. കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയി കാര്യങ്ങൾ അല്ലെ. ഒരു കാലഘട്ടം, ഒരു അപ്ഡേഷൻ വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഈസിയായി നമ്മുടെ കമ്മ്യൂണിക്കേഷനും. അതേപോലെ തന്നെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ പൈസ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ ബാങ്ക് ത്രൂ മാത്രമാണ് നമ്മൾ പൈസ അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ആയി നമ്മൾ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ത്രൂ ഒക്കെ ആയി നമ്മുടെ ട്രാൻസാക്ഷൻ കുറച്ചും കൂടി ഈസിയായി അല്ലെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെബ് 2 നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഹാക്കിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊബൈൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തു, ഗൂഗിൾ പേന്ന് ഫണ്ട് പോയി, ഇങ്ങനത്തെ ഒരുപാട് ചലഞ്ചസ് നമ്മൾ മാർക്കറ്റിൽ കേൾക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്ത ഒരു വേർഷൻ വന്നത്. അതാണ് ആക്ച്വലി വെബ് 3 എന്ന് പറയുന്നത്. ക്ലിയർ? വെബ് 3യുടെ വരവോട് കൂടിയിട്ട് ശരിക്കും ഒരുപാട് മേഖലകളിൽ, ഇപ്പോൾ ലൈക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ മെത്തേഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വെബ് 3യുടെ വരവോട് കൂടിയിട്ട് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ എന്ത് ചെയ്തു, ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ സ്പ്രെഡ് ആയി തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ മെത്തേഡ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഗൂഗിൾ പേ വരെ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ അടുത്തൊരു വേർഷൻ ആയിക്കൊണ്ട് ക്രിപ്റ്റോ കറൻസി ത്രൂ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എറണാകുളം ഭാഗത്തൊക്കെ നിങ്ങൾ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കൊടുത്തുകൊണ്ട് നമുക്ക് പല സാധനങ്ങളും മേടിക്കാൻ പറ്റും. ഇപ്പോൾ ലുലു മാളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുലുവിൽ പോയിട്ട് നമുക്ക് ക്രിപ്റ്റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല സാധനങ്ങളും മേടിക്കാൻ പറ്റും. പക്ഷേ ഇന്നും ഗൂഗിൾ പേ പോലും യൂസ് ചെയ്യാത്ത ആൾക്കാർ ഇന്ന് നമ്മുടെ മാർക്കറ്റിലുണ്ട്.
അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾ മാറാൻ വേണ്ടിയിട്ട് പോകുന്ന വ്യക്തികളാണ് എന്റെ ഫ്രണ്ടിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ വിളിച്ചു വരുത്തുമ്പോൾ ഒരു ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ടായിരിക്കാം നിങ്ങളെ ജസ്റ്റ് ഒന്ന് പ്രോഗ്രാമിൽ കയറി, നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് പേര് കാശ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, പല ടൈപ്പ് ഓഫ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളെ ചിലപ്പോൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പക്ഷെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ എനിക്ക് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇത്തരം പ്രോഗ്രാമുകൾ മാർക്കറ്റിൽ ഒരുപാട് ചീറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം ആക്കി തരുന്ന കമ്പനികളുണ്ട്, ഡെയിലി 1% റിട്ടേൺ തരുന്ന കമ്പനികളുണ്ട്, ആളെ പിടിക്കുന്ന കമ്പനികളുണ്ട്, പ്രൊഡക്റ്റ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊജക്ടുകൾ മാർക്കറ്റിലുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നല്ല പ്രൊജക്ട്, ഏതാണ് ചീത്ത പ്രൊജക്ട് എന്ന് ആർക്കും അറിയില്ല, കൺഫ്യൂഷനിലാണ് ആൾക്കാർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ടാ, നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കോയിൻ ഫോർജിനെ കുറിച്ച് ഇവിടെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തില്ല, ഇവിടെ ഒരു റിജിനസ് എന്റെ സ്ക്രീൻ മാറുന്നത് കാണുന്നുണ്ടോ, സ്ക്രോൾ ആവുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ പറഞ്ഞ കോയിൻ ഫോർജ് എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി ഉണ്ടാവും, ഒരു ഓണർ ഉണ്ടാവും, ഒരു MD ഉണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി തിരിച്ചു വരാം. ഇപ്പൊ നമ്മൾ 1 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 2 ലക്ഷം ആക്കി തരുന്ന കമ്പനികൾ, ഡെയിലി 1% റിട്ടേൺ തരുന്ന കമ്പനികൾ അല്ലെ, അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ, എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ആധികാരികമായിട്ട് ഇതിൽ അറിയാം. പക്ഷേ സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കമ്പനി ഉണ്ടാവും, ഒരു ഓണർ ഉണ്ടാവും, ഒരു MD ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ MDക്ക് എന്ത് കാര്യങ്ങൾ വെച്ചാൽ ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ? ഇപ്പൊ ഡെയിലി ഇപ്പൊ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കുറെ നമുക്ക് റിട്ടേൺ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഈ സെയിം കാര്യം ഷെയർ ചെയ്യും അല്ലെ. ആ സമയത്തായിരിക്കും ഈ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ആ സമയത്തായിരിക്കും ഇത് മൂന്ന്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു ചലഞ്ച്, ഇപ്പോൾ ട്രേഡിങ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ഉണ്ടാവുക, പ്രോഫിറ്റ് തരുന്നുണ്ടാവുക. ട്രേഡിങ് ചെയ്തിട്ട് ചിലപ്പോൾ പ്രോഫിറ്റ് തരുന്ന കമ്പനികൾ, അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് മാർക്കറ്റിൽ കമ്പനി പ്രോഫിറ്റ് തരുന്ന കമ്പനികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്തെങ്കിലും ചലഞ്ചസ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പനി പൂട്ടി പോകുന്ന സിറ്റുവേഷൻസ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർക്കറ്റിൽ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, കമ്പനി കൂട്ടിയിട്ട് പോകും അങ്ങനത്തുള്ള ഒരു ചലഞ്ച് ഒന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമാണ്. ക്ലിയർ? ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്, ഇവിടെ കമ്പനി ഇല്ല, ഓണർ ഇല്ല, MD ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇത് എങ്ങനെ റൺ ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഇവിടെ അല്ല. കമ്പനി ഓണർ MD എല്ലാം ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാർക്കറ്റിൽ വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ട്. ഗൈസ്, ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റൺ ചെയ്യുന്നത്, ഇത്തരം പ്രൊജക്റ്റുകൾ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ്റെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ്. ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ ട്രാൻസാക്ഷൻ മെത്തേഡ് ഞാൻ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിപ്റ്റോ കറൻസി ഒക്കെ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിനിലാണ്. നമ്മൾക്ക് കള്ളപ്പണം അടിക്കാൻ പറ്റും അല്ലെ, കള്ളനോട്ടുകൾ പിടിച്ചു എന്നൊക്കെ ഒരുപാട് ന്യൂസുകൾ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കള്ള ക്രിപ്റ്റോ പിടിച്ചു നമുക്ക് ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ കള്ള ക്രിപ്റ്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ബ്ലോക്ക് ചെയിനിൽ റൺ ചെയ്യുന്നതുകൊണ്ട് ബ്ലോക്ക് ചെയിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വൺസ് അത് മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു മാനിപ്പുലേഷൻസ് ഒരു തേർഡ് പാർട്ടിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് റേഷ്യോ കൂടി ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പോ ക്രിപ്റ്റോന് മാത്രം, അപ്പൊ നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലേക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താ, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഗോൾഡ് മേടിച്ചിടും, ഇല്ലാന്നുണ്ടെങ്കിൽ പ്രോപ്പർട്ടി മേടിച്ചിടും. ഇതാണ് നമ്മൾ ആകെ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവില്ല.
പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2008 കാലഘട്ടങ്ങളിലാണ് ശരിക്കും ക്രിപ്റ്റോ ഒക്കെ മാർക്കറ്റിൽ വരുന്നത്. 2008, 2009 കാലഘട്ടത്തിൽ. ഈ 2008 ഈ വരുന്ന ഫസ്റ്റ് വന്നൊരു ക്രിപ്റ്റോയുടെ ഒരു പേര് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി കേട്ടിട്ടുണ്ടാവും, മാർക്കറ്റിലൊക്കെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള ഒരു കോയിനാണ്. കോയിന്റെ പേര് ബിറ്റ് കോയിൻ. 2008 വന്ന കോയിന്റെ പേര് ബിറ്റ് കോയിൻ എന്നാണ്. അപ്പൊ ഈ ബിറ്റ് കോയിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ 2008 വെറും 9 സെന്റ് ആണ് ഒരു ബിറ്റ് കോയിന്റെ റേറ്റിന്റെ വില ഉണ്ടായിരുന്നത്. ഒരു ബിറ്റ് കോയിന്റെ റേറ്റ് വെറും 9 സെന്റ്. ആ 9 സെന്റ് ഉള്ള ബിറ്റ് കോയിൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു വെക്കാം, BTC കറന്റ് പ്രൈസ് എന്ന് അടിച്ചു നോക്കാം. ജസ്റ്റ് ഇന്ന് INR അടിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം 67 ലക്ഷത്തിന് മുകളിലാണ് ഒരു ബിറ്റ് കോയിന്റെ റേറ്റ്. ക്ലിയർ? 2013 2009 നിങ്ങൾ ഗോൾഡിന്റെ റേറ്റ് നോക്കുക. നമ്മൾ ഒരു ഭാഗം ഗോൾഡ് മേടിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ 2025 ആയിട്ട് നമുക്ക് എത്രയാണ് അതിന്റെ പ്രോഫിറ്റ് റേഷ്യോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അന്ന് നിങ്ങൾ ഒരു സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര റേറ്റ് വരെ എന്ത് ചെയ്തിട്ടുണ്ട്, കയറിയിട്ടുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അതേപോലെ തന്നെ ആ ഒരു വിലക്ക്, അല്ലെങ്കിൽ ഒരു 100 രൂപയ്ക്ക് നിങ്ങൾ അന്ന് ബിറ്റ് കോയിൻ മേടിച്ചിട്ടുണ്ട്, അതിന്റെ റേഷ്യോ എത്ര, പ്രോഫിറ്റ് റേഷ്യോ എത്ര ഇവിടെ കയറിയിട്ടുണ്ടെന്ന് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ എന്തിനാണ് അത് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത് അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണ് ശരിക്കും ക്രിപ്റ്റോ എന്ന് പറയുന്നത്. ഇത് ആർക്കും അറിയില്ല, അറിയുന്ന ആൾക്കാർ ആരും പറഞ്ഞും കൊടുക്കില്ല. അത് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് ശരിക്കും ഈ ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത്. നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു 100 രൂപ 2008 ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ചുരുങ്ങിയത് ഒരു 80 കോടിക്ക് മുകളിൽ അസറ്റ് ഉണ്ടാവും കയ്യിൽ. ഇപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആരും ഇത് പറഞ്ഞു തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തില്ല, ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിങ്ങൾക്ക് ക്രിപ്റ്റോ ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ടെക്നോളജി കോയിൻഫോർജ് ത്രൂ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒരു കാരണവശാലും ഈ ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇവിടെ 100% ഇത് റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഓക്കെ, ഇത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൂട്ടിയിട്ട് പോകാൻ ഇവിടെ കമ്പനി ഓണർ MD ഇതൊന്നുമില്ല. അതുകൊണ്ട് അവിടെയും നമുക്ക് ടെൻഷൻ ഇല്ല. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പൊ കമ്പനി പൂട്ടില്ല, ഇവിടെ പൂട്ടാൻ കമ്പനി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ആൾക്കാർ, മാർക്കറ്റിലുള്ള ജനങ്ങൾക്ക് പേടി. ഈ ഒരു പ്രോഗ്രാം എടുക്കുന്നതിന് മുമ്പ് എന്റെ പേടി ഇതായിരുന്നു. ഞാൻ ആദ്യം ക്ലിയർ ചെയ്തത് ഈ ഒരു കാര്യം. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്രൊജക്ട് ഞാൻ പറഞ്ഞ പോലെ 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആണ് നമ്മുടെ കോയിൻഫോർജ്. ഇത് ബ്ലോക്ക് ചെയിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് റൺ ചെയ്യുന്നത്. ഇത് ഇവരുടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഇവരുടെ റോഡ് മാപ്പാണ്. 2025 മാർച്ചിലാണ് ശരിക്കും ഇത് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, ഇത് അവർ ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ കിക്ക് ഓഫ് എന്ന് പറയുന്നത് 2025 മാർച്ചിലാണ്. ഇവരുടെ നെക്സ്റ്റ് പ്രോഗ്രാം ഒരു പ്രീമിയം കോൺട്രാക്ട് ആണ് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് മൈനിങ് ത്രൂ ആണ് നമുക്ക് മൈനിങ്, ട്രേഡിങ്, അതുപോലെ തന്നെ സ്മാർട്ട് കോൺട്രാക്ട്, ഈ 3 വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗം നമ്മൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈനിങ് ത്രൂ ഇവരുടെ ഓൺ ക്രിപ്റ്റോ കറൻസി ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ തരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഫ്രീ എയർ ഡ്രോപ്സ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ലാസ്റ്റോട് കൂടിയിട്ട് ഇവരുടെ കോയിൻ ലിസ്റ്റിംഗ് മാർക്കറ്റിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റ് പ്ലേസ്, NFT ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പോലെ ഉള്ള മാർക്കറ്റ് പ്ലേസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗം ഇതൊരിക്കലും സിംഗിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇതിലൊരു ഒരുപാട് പ്രോഗ്രാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒറ്റ പ്രൊജക്ട് ഉണ്ടെങ്കിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അൺലിമിറ്റഡ് ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഗ്രാം ആണ് ശരിക്കും നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത, നമുക്ക് പഠിച്ച് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ഒരു റെഫറൽ പ്രോഗ്രാം കൂടിയാണ് എന്ത് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. റെഫറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെ. ഗൂഗിൾ പേ ഒക്കെ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ഗൂഗിൾ പേനെ സംബന്ധിച്ചിടത്തോളം ഈ ഗൂഗിൾ പേയിൽ ഒരു അഫിലിയേഷൻ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഈ അഫിലിയേഷൻ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊരു ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അതിന്റെ ലിങ്ക് ഒരാൾക്ക് അയച്ചു കൊടുത്ത് എനിക്ക് 251 രൂപയൊക്കെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നും ഇല്ല, നമുക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രോഗ്രാമിൽ അങ്ങനത്തെ ഈ ഒരു പ്രൊജക്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ നമ്മൾ ഈ ഒരു പ്രൊജക്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഫിലിയേഷൻ ഇൻകം, ഒരു റെഫറൽ ഇൻകം ഒക്കെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ ലെവലിൽ ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു ബിസിനസ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഇൻകം, അതിന്റെ ഒരു ഷെയർ നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയും ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് ലെവൽ ഇൻകം. നിങ്ങൾ ഒരാളിലേക്ക് ബിസിനസ് കൊടുത്തു, അവിടെ ഇൻകം ഒരിക്കലും കഴിയുന്നില്ല.
ഇനി ആ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ് ഇഷ്ടപ്പെട്ടു, അവനൊരു 100 പേരിലേക്ക് ഈ ബിസിനസ് കൊടുക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്കൊരു നോൺ വർക്കിംഗ് ഇൻകം അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ട്രാൻസാക്ഷൻ ഫുള്ളും പിയർ ടു പിയർ ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് 100% ട്രാൻസ്പെറന്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആണ്. അല്ലാണ്ട് ഇപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ച ഓരോ കമ്പനികൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് മാർക്കറ്റിൽ, ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെയാണ് ശരിക്കും അതിൽ പേ ഔട്ടിന്റെ ഡേറ്റ് എന്ന് പറയുന്നത്, ഒരു 12 മണി അല്ലെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഫണ്ട് ക്രെഡിറ്റ് ആവുന്ന ആ സെക്കൻഡിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, അപ്പൊ തന്നെ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് ശരിക്കും എന്ത് നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു വിഡ്രോ റിക്വസ്റ്റ് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ചലഞ്ചും ഇല്ല. പിന്നെ അത് ബ്ലോക്ക് ചെയിൻ വാലറ്റിലാണ് ഇത് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക് ഹാക്ക് ചെയ്യലൊന്നും പോസിബിൾ അല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ്. പിന്നെ ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഇല്ല. ഇത് സ്മാർട്ട് കോൺട്രാക്ട് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബയ്യറും സെല്ലറും അതിന്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ് ആവുന്നില്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് ഇല്ല, അവിടെ ഒരു ടെൻഷൻ ഇല്ല. ഓക്കെ. പിന്നെ NFT മാർക്കറ്റ് പ്ലേസ്, അത് നമുക്ക് ഫ്യൂച്ചറിൽ വരാനുള്ളതാണ്. അതിന്റെ സർവീസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവരുടെ ഓൺ ക്രിപ്റ്റോ കോയിൻ മാർക്കറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആ ഓൺ ക്രിപ്റ്റോ കറൻസി നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പറയുന്നുണ്ട്. പിന്നെ ഫ്രീ യൂട്ടിലിറ്റി ടോക്കൺസ്, നമ്മൾ ഈ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രീ ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റേക്കിംഗ്, ഗെയിമിംഗ് പോലുള്ള പ്രൊജക്റ്റുകളിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് ശരിക്കും കോയിൻഫോർജിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇത്രയും പ്രോഗ്രാം പറയുന്നത് എങ്ങനെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഈസി ടു സ്റ്റാർട്ട് ആണ്. വളരെ ഈസിയാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയി കഴിഞ്ഞാൽ ട്രസ്റ്റ് വാലറ്റ് അല്ലെങ്കിൽ ടോക്കൺ പോക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മെറ്റാമാസ്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. കോയിൻഫോർജിന്റെ വാലറ്റുകളൊന്നും അല്ല, അത് മാർക്കറ്റിൽ ഓൾറെഡി ഉള്ള നമ്മൾ ക്രിപ്റ്റോ ഒക്കെ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാലറ്റുകളാണ്. അപ്പൊ ഇത്തരം വാലറ്റുകളിലാണ് നമുക്ക് സ്മാർട്ട് കോൺട്രാക്ട് എന്ത് ചെയ്യാൻ പറ്റുക, എക്സിക്യൂട്ട് ചെയ്യാൻ റൺ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ ഏത് വാങ്ങിച്ചാലും ഏത് വാലറ്റ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ട്രസ്റ്റ് വാലറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്, ടോക്കൺ പോക്കറ്റ് ഉപയോഗിക്കുന്നവരുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പറയുന്നത് ടോക്കൺ പോക്കറ്റ് ആണ്. ഓക്കെ. ടോക്കൺ പോക്കറ്റ് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാലറ്റ് ആണ് ടോക്കൺ പോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണിച്ചാലും ഈസി ആയിട്ട് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇത്രയും പ്രൊജക്ട്, ഇത്രയും ഇൻകം ഒക്കെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇത്രയും വലിയൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഗ്രാം ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെ നമുക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാം? ഇവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണെന്നുള്ളത്. ഏകദേശം 6 ബോക്സ് അടങ്ങുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ് നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിൽ ലൈവായിട്ട് 6 കോൺട്രാക്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് 1, 2, 3 അതുപോലെ തന്നെ 4, 5, 6 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ 1, 2, 4, 5 ഒരു ബോക്സിലും 3, 6 ഒരു സർക്കിളിലുമാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 1, 2, 4, 5 എന്ന് പറയുന്നത് 50, 100, 200, 250 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് മറ്റുള്ളവരിലേക്ക് അഫിലിയേറ്റ് ചെയ്തുകൊണ്ട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 5 ജെൻ മെട്രിക്സ് ഉള്ള ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണെന്ന് പറയും. ക്ലിയർ? ഈ ഒരു 1, 2, 4, 5 നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളിലേക്ക് ബിസിനസ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അഫിലിയേഷൻ ലിങ്ക് കൊടുത്തുകൊണ്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ്. നേരെ മറിച്ച് അടുത്ത ആ റൗണ്ടിൽ കാണുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്ലോബലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻകം സ്ട്രക്ചറാണ്. ക്ലിയർ? നമ്മൾ ഒരാളിലേക്ക് അഫിലിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും വേൾഡിൽ 6 ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒരു റോയാലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻകത്തിന്റെ ഒരു പെർസെന്റേജ് നമുക്ക് കിട്ടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മാറാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ക്ലിയർ? അതിൽ 5 ജെൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെ ഒരു അഫിലിയേഷൻ ലിങ്ക് എന്തുണ്ട്, ഇവിടെ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഈ അഫിലിയേഷൻ ലിങ്ക് ഏത് വ്യക്തിക്ക് വേണിച്ചാലും നിങ്ങളുടെ കോൺടാക്ട് സർക്കിളിലുള്ള ആർക്ക് വേണിച്ചാലും ഈ ഒരു പ്രൊജക്റ്റിൽ ഈ ഒരു ലിങ്ക് കൊടുത്തുകൊണ്ട് അവരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അങ്ങനെ ഒരു വ്യക്തിയെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് റെഫറൽ ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് 40%. അത് ഫിക്സഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേരിലേക്ക് വേണിച്ചാലും ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. എത്ര പേരെ നിങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ നിന്ന് 40% വെച്ചിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ. പിന്നെ അതേപോലെ ആ ഒരു വ്യക്തിക്കാണ് നമ്മൾ ബിസിനസ് കൊടുത്ത്, ഞാൻ ആ വ്യക്തി ബിസിനസിനെ കുറിച്ച് പഠിച്ചു,
അവന് ഇതേപോലെ കോൺടാക്ട് സർക്കിളുകളൊക്കെ ഉണ്ടാവില്ല. അങ്ങനെ അവൻ അവൻ്റെതായിട്ടുള്ള റെഫറൽ ഇൻകം ഉണ്ടാക്കുമ്പോൾ, അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു ലെവൽ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 40% ഒരു ലെവൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് പറഞ്ഞ 8% ഓഫ് ഈച്ച് 5 ലെവൽസ് എന്ന് പറഞ്ഞു. 5 ലെവലിൽ എവിടെ ബിസിനസ് നടന്നാലും ഒരു 8% ലെവൽ ഇൻകം കിട്ടുന്ന ഒരു ലെവൽ ഇൻകം പ്ലാനും എന്തുണ്ട് ഇവിടെ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാകുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് നമ്മൾ ഇവർ പറഞ്ഞ സ്ട്രക്ചറിൽ നമ്മൾ റൺ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 20% പ്രൊജക്ടിന്റെ ഒരു 20% എന്ത് ചെയ്യുന്നുണ്ട്, റോയാലിറ്റി പ്ലസ് പ്രൊഡക്ട് ഫണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ആ റോയാലിറ്റി മേടിക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ത്രൂ ഈ ഒരൊറ്റ സ്ട്രക്ചർ ഒന്നും നമുക്ക് പറ്റുന്നുള്ളതാണ് അടുത്തൊരു ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു 6 കോൺട്രാക്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് $1050. ഒരു 6 കോൺട്രാക്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ആകെ ഇവിടെ വരുന്ന നമ്മുടെ ഈ ഒരു ഓരോ കോൺട്രാക്ടിന് ഓരോ വാല്യൂ ഉണ്ട്. $50, 100, 150, 200, 250, 300. അപ്പൊ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ $1050 വരുന്നത്. $1050 എന്ന് പറഞ്ഞാൽ INR നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 95,000 രൂപയുടെ അടുത്ത്. ഇന്നിപ്പോ ഒരു 95,000 രൂപയ്ക്ക് മാർക്കറ്റിൽ എന്ത് ബിസിനസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാച്ചാൽ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ 95,000 രൂപ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഇവിടെ നിങ്ങളൊരു 95,000 രൂപ കൊടുത്ത് ഈ ഒരു 6 കോൺട്രാക്ട് ഓപ്പൺ ചെയ്തു. ക്ലിയർ. ഇനി നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലേക്ക് നിങ്ങൾ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. ഈവൻ ഇല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇതിന്റെ ഒരു ലിങ്ക് അയച്ചു തരികയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ഈ എനിക്ക് പ്രൊജക്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരു 40% $420 സ്റ്റാർട്ടിങ്ങിൽ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടുക. നിങ്ങളുടെ ഒരു അഫിലിയേഷൻ ലിങ്ക് എനിക്ക് തന്നു, ഞാനിത് ആക്ടിവേറ്റ് ചെയ്ത് ആ സെക്കൻഡിൽ തന്നെ $420 നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിലാണ് ഞാൻ വന്നിരിക്കുന്നത് അല്ലേ. ആ ഫസ്റ്റ് ലെവലിൽ ഞാൻ വന്നതുകൊണ്ട് അവിടെ ഈ 420 കൂടെ തന്നെ ഒരു $48, അതെന്താ വെച്ച് കഴിഞ്ഞാൽ ലെവൽ കമ്മീഷൻ നമുക്ക് ഒരു 8% ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതൊരു $48 എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരാൾക്ക് നമുക്ക് ഈ ബിസിനസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് $468 ആണ് ഒരാളിൽ നമുക്ക് കിട്ടുന്നത്. 95,000 രൂപയ്ക്ക് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളുടെ റെഫർ ലിങ്ക് ഒരാളിലേക്ക് അയച്ചു കൊടുത്തു, ആ ഒരു വ്യക്തി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒറ്റ കാരണം കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നത് ഏകദേശം 45,000 രൂപ. ക്ലിയർ. അപ്പൊ ഒരു 10 പേരിലേക്ക് ലിങ്ക് അയച്ചു കൊടുത്താൽ 4.5 ലക്ഷം രൂപ. അൺലിമിറ്റഡ് ആണ്. 100 പേർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ 45 ലക്ഷം രൂപ. ആ ഒരു ഓക്കെ. അപ്പോൾ നമ്മൾക്ക് എത്ര പേർക്ക് വേണിച്ചാലും ഈ ഒരു പ്രൊജക്ട് അയച്ചു. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഗ്രാമാണെന്ന് പറയാനുള്ള കാരണം ഇത് ഇന്റർനാഷണൽ പ്രോഗ്രാമാണ്. ഒരിക്കലും കേരളത്തിലോ ഇല്ലെങ്കിൽ ഇന്ത്യയിലോ നിൽക്കേണ്ട ഒരു പ്രൊജക്റ്റ് അല്ല. നിങ്ങൾക്ക് വേൾഡിൽ എവിടെയൊക്കെ കോൺടാക്ട്സ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആ ഒരു വ്യക്തിക്ക് ഇതേപോലെ ആളെ പിടിച്ചാൽ തന്നെ വരുമാനമുള്ളോ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കും അല്ലെ. ഞാൻ എൻ്റെ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് എന്നെ കുറച്ചുകൂടി അട്രാക്ട് ആക്കിയത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്ലോബൽ ഷെയർ ഇൻകം എന്ന് പറയുന്നത്. ഇവിടെ ഒരു 40% ഓരോ വ്യക്തി ഒരു $1,050 ഇവിടെ ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു 40% ഗ്ലോബൽ ഷെയർ ഇൻകം കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,050 40% എന്ന് പറഞ്ഞാൽ എത്രയാ, $180 അല്ലെ. അപ്പൊ ഈ $180 ആർക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആരൊക്കെയാണോ ഈ 6 കോൺട്രാക്റ്റിൽ വന്നിരിക്കുന്നത് അവർക്ക് ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാണ് ഈ $180 ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആക്കി തരാം. ഇപ്പൊ 100 വ്യക്തികൾ അല്ലെ, 100ാമത്തെ വ്യക്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കോയിൻ ഫോർജിൽ വന്നിട്ടുണ്ട്. ഈ 100ാമത്തെ വ്യക്തിയായിട്ട് നിങ്ങൾ വന്നു. ഈ 100 പിന്നെ അടുത്തത് വേൾഡിൽ എവിടെയോ ഒരു 101ാമത് വ്യക്തി വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ 101ാമത്തെ വ്യക്തിയുടെ $180 എടുത്തിട്ട് ഈ മുമ്പ് വന്നിട്ടുള്ള 100 വ്യക്തികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ $1.8 ആയിട്ട് ഈ $180 ഈ 100 പേർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലെ. അങ്ങനെ ഇതിന് ശേഷം വേൾഡിൽ എവിടെ ബിസിനസ് നടക്കുകയാണെന്നുണ്ടെങ്കിലും ഈ $180 ഒരു ഷെയർ മേടിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ആർക്ക് മാറാൻ പറ്റും, നമുക്ക് മാറാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ 25 days ആയി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 25 ഡേയ്സിന്റെ ഉള്ളിൽ ഈ ഗ്ലോബൽ ഷെയർ മാത്രം $260 എനിക്ക് വന്നിട്ടുണ്ട്. ഒരാളെയും ഈ ബിസിനസ്സിലേക്ക് എൻ്റെ അഫിലിയേഷൻ ലിങ്ക് കൊടുക്കാതെ എനിക്ക് വന്ന ഇൻകം പറയുന്നത് വെറും $260 എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 രൂപയുടെ അടുത്ത്. ക്ലിയർ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്നത് ലെവൽ ഫ്ലോ ആണ്. ലെവൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു 5 മെട്രിക് സിസ്റ്റം ആണ്. ഈ രീതിയിലാണ് എന്ത് ചെയ്യുള്ളൂ, ഇത് ഇവിടെ റൺ ചെയ്യുള്ളൂ. ക്ലിയർ.
അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 പേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിലേക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം. ആറാമതൊരു വ്യക്തിയെ നമ്മൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ഈ 25 മെമ്പേഴ്സിന്റെ അവിടെ പോയിട്ടാണ് ഫിൽ ആവുക. 5 പേരെ നമ്മൾ കൊണ്ടുവന്നു, ആറാമതൊരു വ്യക്തിയെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ 25 പേര് ഫിൽ ആവില്ലേ, ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക. പിന്നെ 125, പിന്നെ 625, പിന്നെ 3125. അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ ഒരു സ്ട്രക്ചർ പോകുന്നത്. അതാണ് ഇതിന് 5 മെട്രിക്സ് പ്ലാൻ എന്ന് പറയുന്നത്. ക്ലിയർ. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു പ്രയോറിറ്റി വൈസ് നമുക്ക് ഫിൽ ആവുന്ന ഒരു പൊസിഷനിങ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എന്നെ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, അഫിലിയേറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നിങ്ങളുടെ അഫിലിയേഷൻ ലിങ്ക് തന്നിട്ട് നിങ്ങൾ എനിക്ക് എന്നെ അഫിലിയേറ്റ് ചെയ്തു. അപ്പൊ അഫിലിയേറ്റ് ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ഫസ്റ്റ് എ ഡോട്ടായിട്ട് ഞാൻ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നപ്പോൾ എ ആയിട്ട് വന്ന് ഞാൻ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ബാക്കി ഒരു 5 പേരെ, ബാക്കി 4 പേരെ നിങ്ങൾ എന്ത് ചെയ്തു, വേറെ വ്യക്തികൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തു, അവരെയും അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു. ബാക്കിയുള്ള 4 പേരും ഭയങ്കര ആക്റ്റീവാണ്. അവർ ഒരാൾ 2 പേരെയൊക്കെ വെച്ച് കൊണ്ടുവന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഒരാളെയും കൊണ്ടുവരുന്നില്ല. അവിടെ നിങ്ങൾക്ക് ആറാമതൊരു വ്യക്തിയെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ടീമിൽ ഇന്നാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഞാനാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി വന്നിട്ട് പ്ലേസ് ആവുന്ന എൻ്റെ അടിയിലായിരിക്കും. ക്ലിയർ. നിങ്ങളുടെ ഫസ്റ്റ് മെമ്പറായിട്ട് ഞാൻ വന്നിട്ടുണ്ട്, ഞാൻ മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, ചുമ്മാ നിൽക്കുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബിസിനസ് ചെയ്യാത്ത എൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ വന്നിട്ട് നിങ്ങളുടെ ആറാമത്തെ വ്യക്തി വന്നിട്ട് പ്ലേസ് ആവും. പക്ഷെ അതിന്റെ റെഫർ ലിങ്കും ഒക്കെ നിങ്ങൾക്കാണ് കിട്ടുക. പക്ഷെ അതിന്റെ ലെവൽ ലിങ്കും ആർക്ക് കിട്ടും, എനിക്ക് കിട്ടുന്നുള്ളതാണ്. ഏകദേശം 4500 രൂപ ലെവൽ ഇൻകം ജസ്റ്റ് നിങ്ങളുടെ ഒരു വ്യക്തിയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഫിലിയേഷനിൽ നിന്നും എനിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇന്നാക്റ്റീവ് ആയിട്ടുള്ള മെമ്പർ ഉണ്ടാവില്ല. ഞാൻ ഒന്നും ചെയ്യാതെ എനിക്കൊരു 4500 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്കും അതുപോലെ തന്നെ ഫാമിലി സർക്കിളിലേക്കൊക്കെ എന്ത് ചെയ്യും, നമ്മളത് പാസ് ചെയ്യും, ആ ഒരു ന്യൂസ് പാസ് ചെയ്യും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെയും ബിസിനസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ റോയാലിറ്റി ആണ്. റോയാലിറ്റി ഇൻകം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 റാങ്ക് ഉണ്ട് ഇവിടെ. ക്ലിയർ. നമ്മൾ എന്ത് ചെയ്തു, ഒരു 5, 10, 20 അല്ലെ. അപ്പോ സോറി 5, 25, 125. അപ്പൊ അങ്ങനത്തെ ഓരോ ലെവൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ 5 പേരെ നമ്മൾ പ്ലേസ് ചെയ്യാം. അപ്പൊ ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 6 കോൺട്രാക്ട് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു 3 കോൺട്രാക്റ്റും കൂടി വരാനുണ്ട്. $1050 എന്ന് പറഞ്ഞാൽ 6 കോൺട്രാക്ട് ആണ്. ഇനി ഇവിടെ പ്രീമിയം കോൺട്രാക്ട് ഓപ്പൺ ആവുക എന്ന് പറയുന്നത് 500, 1000, 1500 ഒരു 3 കോൺട്രാക്റ്റും കൂടി ഇവിടെ ഓപ്പൺ ആവാനുണ്ട്. അപ്പോൾ ഈ ഒരു റോയാലിറ്റി ഒരു 20% റോയാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 9 കോൺട്രാക്ട് ആരാണോ എടുക്കുന്നത് അവരെ സംബന്ധിച്ച്, അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ഒരു 5 ഡയറക്റ്റ് റെഫറൽസ് ഈ പറഞ്ഞ 9 കോൺട്രാക്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെനസിസ് എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് നിങ്ങൾ വരും. ഈ ജെനസിസിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റോയാലിറ്റി കിട്ടാൻ എലിജിബിലിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഈ റോയാലിറ്റി കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ത് ചെയ്തു, ഈ ജെനസിസ് എന്നുള്ള റാങ്ക് എത്തുന്നതോടുകൂടി കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൈനിയർ എന്നുള്ള റാങ്കാണ്. ഈ വന്ന 5 വ്യക്തികൾ ജെനസിസ് എന്നുള്ള ഒരു റാങ്കിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈനിയർ എന്ന് പറഞ്ഞുള്ള റാങ്കായി. ഈ പൈനിയർ എന്നുള്ള റാങ്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേൾഡിൽ നടക്കുന്ന ഈ ടോട്ടൽ റോയാലിറ്റി എത്രയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിന്റെ 20% കിട്ടുന്ന ഒരു വ്യക്തികളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മാറാൻ വേണ്ടിയിട്ട് പറ്റും. പൈനിയർ എന്നുള്ള റാങ്കിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ നെക്സ്റ്റ് നമ്മളുടെ കൂടെ നിൽക്കുന്ന പൈനിയറിൽ എത്തിയ വ്യക്തികളെ ജെനസിസിൽ എത്തിയ വ്യക്തികളെ പൈനിയറിലേക്ക് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വിഷണറി എന്നുള്ള റാങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറിക്കൊണ്ട് അവിടെ 30% നമുക്ക് റോയാലിറ്റി പിടിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടറായി മാറാൻ പറ്റും. നെക്സ്റ്റ് ട്രെയിൽ ബേസറിലേക്ക് നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50% റോയാലിറ്റി മേടിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ശരിക്കും നമ്മുടെ കോയിൻഫോർജ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് പറയുന്നത്. റവന്യൂ മോഡൽ അൺലിമിറ്റഡ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി നമുക്ക് ഏൺ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബിറ്റ് കോയിൻ അടക്കം മേടിക്കാൻ പറ്റുന്ന ഒരു ക്രിപ്റ്റോ ആണ് USDT എന്ന് പറയുന്നത്. ഇന്ന് ഏത് എക്സ്ചേഞ്ച്, ഇപ്പൊ ബിനാൻസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വെസ്റ്ററെക്സ് ആയിക്കോട്ടെ, ഏത് എക്സ്ചേഞ്ചിലും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ബിറ്റ് കോയിനും അതുപോലെ തന്നെ എല്ലാ കറൻസിയും മേടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കറൻസി ക്രിപ്റ്റോ എന്ന് പറയുന്നത് USDT ആണ്. അപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് ഇവിടെ USDT പ്ലസ് ഇവരുടെ ഓൺ കോയിൻ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ കോയിൻഫോർജ്. പിന്നെ റെഫറൽ കമ്മീഷൻ അൺലിമിറ്റഡ് ആയിട്ട് ഈ ഒരു പ്രൊജക്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർക്ക് വേണിച്ചാലും കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ടീം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ലെവൽ ഇൻകം ആയിട്ട് ആക്റ്റീവായിട്ട് പാസീവായിട്ട് നമുക്ക് ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെ, നമ്മുടെ ഹൈലൈറ്റ് ഇൻകം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഒന്നും ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പോലും ആസ് എ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ വരികയാണെങ്കിൽ ഇവിടെ വേൾഡിൽ നടക്കുന്ന ബിസിനസിന്റെ ഒരു certain percentage ഓഫ് ഇൻകം നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് മാറുന്ന ഒരു ഇൻകം പ്ലാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്കുക. നമ്മൾ 1 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം.
1 ലക്ഷം രൂപ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്കൊരു വർഷം കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് എത്രയാ? എപ്പോഴും 7% അല്ലെങ്കിൽ 8% അല്ലേ? ഇതാണ് ഒരു ബാങ്കിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു വർഷത്തെ നമ്മുടെ റിട്ടേൺ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം ഞാൻ പറയാം. 95,000 രൂപ ഞാൻ മുടക്കി. ഇന്ന് എനിക്ക് ഏകദേശം 26 ദിവസം കൊണ്ട് $260 വന്നു. $260 എന്ന് പറഞ്ഞാൽ ഏകദേശം 25,000 രൂപയുടെ അടുത്ത് നമുക്ക് വന്നു. 25,000 രൂപ വന്നു എന്ന് പറയുമ്പോൾ ജസ്റ്റ് എത്ര പെർസെൻറ്റേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. 25,000 രൂപ എനിക്ക് ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ എനിക്ക് റിട്ടേൺ വന്നു. അപ്പൊ എത്ര പെർസെൻറ്റേജ് ആയി? അബൌട്ട് 20% മുകളിൽ എന്ത് ചെയ്തു എനിക്ക് റിട്ടേൺ വന്നു 25 ഡേയ്സിനുള്ളിൽ. അപ്പൊ ഒരിക്കലും അല്ല, ബിഗിനിങ് ആണ്. ഇപ്പൊ വേൾഡിൽ ബിസിനസ് നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ പ്രോഫിറ്റ് കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മളൊരു ആക്റ്റീവ് മെമ്പർ ആണെന്നുണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ചാനൽ ബിൽഡ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ, ഇവരുടെ റോയാലിറ്റി വരെ മേടിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കോയിൻഫോർജ്. അപ്പോൾ ഒരുപാട് പ്രൊജക്ടുകൾ മാർക്കറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ ഇത്തരം പ്രൊജക്ടുകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്തരം ഒരു ഇന്നാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറിനെ കൂടി ആക്റ്റീവ് ആക്കുന്ന ഒരു പ്ലാന് സത്യത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും നിങ്ങൾ ഇവിടെ കേട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരുപാട് ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ഉള്ളിലുണ്ടാവും. ഒരു 20 മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കൊണ്ട് ഇത് ഫുള്ള് നിങ്ങൾക്ക് മനസ്സിലായിക്കോളണം ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒന്ന് വ്യക്തമായിട്ട് ഒന്ന് പഠിക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും കോയിൻഫോർജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തിട്ട് ഇപ്പോൾ എംപവർ ഇന്റർനാഷണൽ തന്നെ, ഈ ഒരു എംപവർ ഇന്റർനാഷണൽ ആണ് ശരിക്കും ഈ ഒരു പ്രോഗ്രാമിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോകണം. അപ്പൊ ഈ ചെറിയൊരു ചെറുതല്ല, ഒരു വലിയൊരു ഫാമിലിയാണ്. ഇപ്പോൾ തമിഴ്നാട്, രാജസ്ഥാൻ, അതുപോലെ തന്നെ ആന്ധ്ര അടങ്ങുന്ന, കേരളം അടങ്ങുന്ന വലിയൊരു ഫാമിലിയാണ് എംപവർ ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ എംപവർ ഇന്റർനാഷണലിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അച്ചീവേഴ്സിന് ഈ 25 ഡേയ്സിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ 25 ഡേയ്സിൽ തന്നെ ഏകദേശം 7 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിച്ച ആൾക്കാരെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം കൂടിയാണ് കോയിൻഫോർജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക. വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എംപവർ ഇന്റർനാഷണൽ ഒരു സിസ്റ്റം ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും, അതിനെ കുറിച്ചിട്ടൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം അതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു ട്രെയിനിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കയറി നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കാണിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എനിവേ, ഒരു ചെറിയൊരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് സമയത്തിന്റെ ഇടയിൽ ഈ ഒരു ചെറിയ സമയം നിങ്ങൾ ഈ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച എല്ലാവർക്കും ഒരൊറ്റ വാക്കിലൊരു നന്ദി പറഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാനുള്ള എനിക്കൊരു ചാൻസ് തന്ന എംപവറിന് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എൻ്റെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്, വിഷ് യു ഓൾ ദ സക്സസ്. താങ്ക് യു സോ മച്ച്.